മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബംഗാളിൽ SIR നടപടികൾക്കിടെ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. BLOയുടെ ആത്മഹത്യയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. SIRുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കൊണ്ടാണ് BLO ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ കൊൽക്കത്തയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധം നടത്തിയിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ കേസിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയല്ലേ? BLO ആത്മഹത്യ ചെയ്തതിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിട്ടുണ്ട്. എന്തായിരുന്നു ആത്മഹത്യയിലേക്ക് നയിച്ചത് ശ്രീകാന്ത്? അനിൽ നമ്പ്യാർ, പശ്ചിമ ബംഗാളിൽ നിന്നും വലിയ ട്വിസ്റ്റ് ഒരു വാർത്തയിൽ സംഭവിച്ചത് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ളത്. അതായത് പശ്ചിമ ബംഗാളിൽ SIR നടപടികൾക്കിടയിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു. BLOയുടെ ആത്മഹത്യയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭഗവാൻ ഗോള ബ്ലോക്ക് 2 കീഴിലുള്ള അലിപൂർ ഗ്രാമത്തിലെ താമസക്കാരനായ ഹമീമുൽ ഇസ്ലാം ആണ് മരിച്ച BLO. SIRുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കൊണ്ടാണ് BLO ആത്മഹത്യ ചെയ്തത് എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ കൊൽക്കത്തയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് BLO ആത്മഹത്യ ചെയ്തത് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 20 ലക്ഷം രൂപയുടെ കടം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നും ചൂണ്ടിക്കാട്ടുന്നത്. മരിച്ച വ്യക്തിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് 20 ലക്ഷം രൂപ കടം വാങ്ങുകയും തിരികെ ചോദിച്ചപ്പോൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും ആരോപിക്കുന്നു. അതായത് നിലവിലിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തൃണമൂൽ നേതാവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കള്ളക്കളി വിളിച്ചതായിരിക്കുന്നു. ബംഗാളിൽ SIR നടപടികൾക്കിടെ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വഴിത്തിരിവ്. BLOയുടെ ആത്മഹത്യയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.